വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് കോടതിയെ സമീപിക്കുമെന്ന് LDF നേതൃത്വം. തകരാറിലായ വോട്ടിംഗ് മെഷീനിലെ ഫലത്തിൽ വിശ്വാസ്യതയില്ലെന്നാണ് നേതൃത്വം പറയുന്നത്. 43 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വടക്കാഞ്ചേരിയിൽ UDF സ്ഥാനാർത്ഥി അനിൽ അക്കരയുടെ വിജയം. അതേസമയം കനത്ത പരാജയം നേരിട്ട കോൺഗ്രസിൽ പ്രതിസന്ധി ഉയർന്നു കഴിഞ്ഞു. 91 ബൂത്തിലെ വോട്ടുകൾ എണ്ണാനായി മെഷീൻ പുറത്തെടുത്തപ്പോഴാണ് തകരാറ് ബോധ്യപ്പെട്ടത്. വോട്ടെടുപ്പ് ദിനത്തിൽ 960 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ മെഷീനിൽ തകരാറ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് മാറ്റിയ മെഷീനിലാണ് പിന്നീടുള്ള 65 വോട്ടുകൾ രേഖപ്പെടുത്തിയത്. ഈ മെഷീൻ എണ്ണുന്നതിന് മുൻപ് 3 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമായിരുന്നു UDF സ്ഥാനാർത്ഥി അനിൽ അക്കരയ്ക്ക്. എന്നാൽ മെഷീനിലെ സാങ്കേതിക തകരാറ് പരിഹരിച്ച ശേഷം ഫലം പരിശോധിച്ചപ്പോൾ 43 വോട്ടുകളാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി മേരി തോമസിനേക്കാൾ അനിൽ അക്കര അധികം നേടിയത്. ഈ ഫലത്തിൽ വിശ്വാസ്യതയില്ലെന്നറിയിച്ചാണ് ഇടതുമുന്നണി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കുറ്റേക്കര എന്ന് പറയുന്ന 91 ബൂത്തിലെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കേടുവന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുത്തത് ആ വോട്ടിംഗ് മെഷീനിൽ ഉള്ള വോട്ട് എണ്ണി തിട്ടപ്പെടുത്തി റിസൾട്ട് പ്രഖ്യാപിക്കാനാണ്. ഒരു കാരണവശാലും ആ വോട്ടിംഗ് മെഷീനിലെ വോട്ട് അത് ശരിയായ രീതിയിലല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാകുന്നത്. അതേസമയം 13-ൽ 12 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതോടെ കനത്ത പരാജയമാണ് ജില്ലയിൽ UDFന് നേരിടേണ്ടി വന്നത്. തൃശൂരിൽ പത്മജ വേണുഗോപാലിന്റെ പരാജയം സംബന്ധിച്ചും അനിൽ അക്കരയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് സംബന്ധിച്ചും വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. പാർട്ടി വോട്ടുകളിൽ ഗണ്യമായ അടിയൊഴുക്കുണ്ടായതായാണ് ആരോപണം. ചില നേതാക്കൾ ഇതിനായുള്ള ചരടുവലികൾ നടത്തിയതായും ആക്ഷേപമുണ്ട്. ഈ കനത്ത തോൽവിയുടെ ആഘാതം കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. റിപ്പോർട്ടർ, തൃശൂർ.